പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. മാസപ്പടി കേസിൽ CMRLന് തിരിച്ചടി. ED അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. സിംഗിൾ ബെഞ്ചിന്റെ വിധി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. ED അന്വേഷണം തുടരാം. SFIO അന്വേഷണം നടക്കുന്നുണ്ട്, അതുകൊണ്ട് ED അന്വേഷണം ആവശ്യമില്ല എന്നതായിരുന്നു അവരുടെ വാദം. പക്ഷേ ആ വാദം അംഗീകരിച്ചില്ല ഡിവിഷൻ ബെഞ്ച്. EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ ഇനി എന്താ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാസപ്പടിയിൽ CMRLന് വലിയ തിരിച്ചടിയെന്നതാണ് പുതിയതായി വരുന്ന വാർത്ത. അത് സ്വാഭാവികമായും വലിയ തരത്തിലുള്ള തിരിച്ചടിയായി മാറുകയും ചെയ്യുകയാണ്. അതിന് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ് എന്നതാണ്. CMRL തിരിച്ചടിയാണ്. ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. സിംഗിൾ ബെഞ്ച് വിധി അതേപടി ശരിവെക്കുകയാണോ ഡിവിഷൻ ബെഞ്ച് ചെയ്തത്? ED അന്വേഷണത്തിന് സ്റ്റേയിൽ, അതായത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ച് അന്വേഷണം തുടരാമെന്നായിരുന്നു. ED അന്വേഷണത്തിന് സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് CMRL ആദ്യം സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നത്. അത് തള്ളുകയും ED അന്വേഷണം തുടരാമെന്ന നിർദ്ദേശവുമായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയത്. അതേസമയം തന്നെ ആ ഹർജിക്കെതിരെയാണ് ഡിവിഷൻ ബെഞ്ചിൽ CMRL സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. അതിലാണ് ഇപ്പോൾ ED അന്വേഷണത്തിന് സ്റ്റേ ഇല്ല എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. ED അന്വേഷണം സ്റ്റേ ഇല്ല, അതുപോലെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് സ്റ്റേ ഇല്ല എന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. ഹർജിയിൽ മുഴുവൻ വാദവും കേട്ട ശേഷം തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി, എന്തായാലും വാദം തുടരുന്നുണ്ട്. അതിൽ മുഴുവൻ വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുക. CMRL പ്രധാനമായിട്ടും ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത് ഈ SFIOയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്ന് കൊണ്ടിട്ടാണ് ED ഈ കേസിൽ കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള നീക്കം നടത്തിയത്. അത് EDയെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും CBIയോ പോലീസോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു FIRന്റെ അടിസ്ഥാനത്തിൽ വേണം ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ. അങ്ങനെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കേസ് ഇതുവരെ CMRലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ SFIO രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോസിക്യൂഷൻ ജഡ്ജ്മെന്റ്, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ED ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. EDയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല ഇക്കാര്യങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു CMRL പ്രധാനമായിട്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. അതുകൊണ്ട് നിലവിലൊരു FIR ഉള്ളപ്പോൾ മാത്രമേ EDക്ക് ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാനുള്ള സാധ്യതയുള്ളൂ. അത് മാനിച്ചുകൊണ്ടും ED ഇതിൽ അനാവശ്യമായ ഇടപെടലാണ് നടത്തുന്നത്. ഇത് PMLA നിയമപ്രകാരം പോകാനുള്ള ഒരു സാധ്യതയും ഇതിനില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമായ ചൂണ്ടിക്കാട്ടിയാണ് CMRL ഈ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതേസമയം തന്നെ CMRL വീണ വിജയന്റെ എക്സാലോജിക്കിന്